2024 യു പിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യയിലെ ബി.ജെ.പി. സഖ്യം അമ്പരന്നു പോയിരുന്നു. ഇരട്ട എഞ്ചിൻ സർക്കാർ അടക്കം ബി.ജെ.പിയുടെ എല്ലാവിധ നാനോ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങളും പയറ്റിയ യു പിയിൽ സമവാക്യങ്ങളെല്ലാം തെറ്റിപ്പോയി. മത്സര പരീക്ഷയിൽ ഭീകരമായ വിധത്തിൽ ബി.ജെ.പി. പരാജയപ്പെട്ടു. 80-ൽ 36 മാർക്കുകൾ മാത്രം നേടി യു പിയിൽ ബി.ജെ.പിക്ക് തലകുനിക്കേണ്ടി വന്നതിൻ്റെ ഹേതു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയെന്ന് ദേശീയ നേതൃത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ആകെ അറിയാൻ ബാക്കിയുണ്ടായിരുന്നത് എങ്ങനെ യു പിയെ വീണ്ടെടുക്കും എന്ന് മാത്രമായിരുന്നു. അതിനായുള്ള ശക്തമായ ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ യോഗിക്ക് നേരെ നീളുന്ന പടയൊരുക്കം. ഇതിലെ ഏറ്റവും അവസാനത്തേത് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയ്ക്ക് പുറമെ സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ രംഗത്തെത്തിയതാണ്. വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകിയ സർക്കാർ ഭൂമിയും കെട്ടിടങ്ങളും ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് യോഗി മുൻകൈയെടുത്ത് അവതരിപ്പിച്ച ബില്ലിനെ ചൊല്ലിയായിരുന്നു പുതിയ യുദ്ധം വന്നത്. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഭൂപേന്ദ്ര സിംഗിന്റെ എതിർപ്പിനെ തുടർന്ന് നിയമസഭാ കൗൺസിൽ തിരിച്ചു വിളിച്ച് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. ഭൂപേന്ദ്ര സിംഗ് നിയമസഭാ കൗൺസിൽ അംഗമാണ്. കേശവ് പ്രസാദ് മൗര്യയും മറ്റൊരു ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പാഠകും ഭൂപേന്ദ്ര സിംഗിനെ പിന്തുണച്ചതോടെയായിരുന്നു തിരിച്ചു വിളിക്കാൻ യോഗി നിർബന്ധിതനായത്. NDA ഘടകകക്ഷികളായ അപ്നദൾ എസ്, നിഷാദ് പാർട്ടി, ജൻസത്താദൾ എന്നിവയും ബില്ലിന് എതിരാണ്. ബില്ലിലെ അവ്യക്തത ചൂണ്ടിക്കാട്ടിയാണ് നിയമസഭാ കൗൺസിലിൽ ചർച്ച ചെയ്യാൻ ഭൂപേന്ദ്ര സിംഗ് ആവശ്യപ്പെട്ടതെങ്കിലും യോഗിക്ക് എതിരായ സംഘടിത നീക്കമാണ് ഇതെന്ന് വ്യക്തമാണ്. ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലെ വെടിനിർത്തൽ ധാരണയെ തകിടം മറിക്കുന്ന രീതിയിലാണ് പുതിയ വിമത നീക്കങ്ങൾ. എന്നാൽ 10 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീരും വരെ പ്രകോപിതരാകാതിരിക്കാനാണ് യോഗി ക്യാമ്പിന്റെ തീരുമാനമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബി.ജെ.പിക്ക് തിരിച്ചടി നേരിടേണ്ടി വരുന്നത് ഇത് ആദ്യമായല്ല. ചരിത്രത്തിൽ ഇതിനു മുൻപും വലിയ പരാജയങ്ങൾ യു പിയിൽ ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്നെല്ലാം ഉടനടി തന്നെ അതിന് പരിഹാരം കാണാനും നടപടിയെടുക്കാനും കേന്ദ്ര നേതൃത്വം യാതൊരു തരത്തിലുള്ള മടിയും കാണിച്ചിട്ടില്ല. എന്നാൽ ചരിത്രത്തിൽ മുഖ്യമന്ത്രിക്ക് അത്തരം നടപടി നേരിടേണ്ടി വന്നിട്ടുമില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷനെതിരെയായിരിക്കും പൊതുവെ നടപടി ഉണ്ടാവുക. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നടപടിക്രമങ്ങളും അപ്പാടെ മാറിയ മട്ടാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നിലുള്ള കാരണമെന്ന് പൂർണ്ണമായും മോദിയും അമിത്ഷായും അടങ്ങുന്ന കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയത് യോഗിക്ക് കനത്ത വെല്ലുവിളി തന്നെയാണ്. കൂടാതെ ഉപമുഖ്യമന്ത്രി അടക്കം യോഗിക്ക് എതിരെ തിരിഞ്ഞത് സാഹചര്യങ്ങളെല്ലാം അത്ര അനുകൂലമല്ല എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ബി.ജെ.പിയുടെ നിലനിൽപ്പും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും മുൻപേ യു പിയിൽ ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ അജണ്ടയാണ്. അതുകൊണ്ട് യോഗി പ്രതീക്ഷിക്കും പോലെ 10 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീരും വരെ ഒരുപക്ഷെ വലിയ നീക്കങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എങ്കിലും യോഗിക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ദേശീയ നേതൃത്വത്തിന്റെ ലക്ഷ്യം. അതിനായി പലതവണ ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയും ദേശീയ നേതൃത്വവും പല തവണകളിലായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. യോഗിയെ പുറത്തു നിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള ചർച്ചകൾ ഉത്തർപ്രദേശിലെ സംസ്ഥാന ബി.ജെ.പി. നേതൃത്വം നിലവിൽ നടക്കുന്നുമുണ്ട്. അതായത് അന്തർധാരയിൽ മുന്നൊരുക്കങ്ങളെല്ലാം സജീവമാണ്. ഏത് നിമിഷവും തീരുമാനങ്ങൾ മറനീക്കി പുറത്തു വരാം. ഇക്കാര്യം യോഗിക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചുവടുവയ്പുമായാണ് യോഗി മുന്നോട്ട് പോകുന്നത്. എന്നാൽ പാർത്തിരുന്ന് വേട്ടയാടാൻ നിൽക്കുന്ന അഖിലേഷ് യാദവ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് കനത്ത വെല്ലുവിളി തന്നെയാണ്. ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടു പോയ സമുദായ വോട്ടുകളെല്ലാം അഖിലേഷിലേക്ക് ചേരുന്നു എന്നതും യോഗി മറുപടി നൽകേണ്ട സാഹചര്യവുമായി തന്നെ നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പഠനപരമായ ഒരു മൗനമുണ്ടായി എന്നുള്ളത് വസ്തുത തന്നെയാണ്. ബി.ജെ.പിയുടെ വിജയത്തിന് പിന്നിലെ എണ്ണമറ്റ ഘടകങ്ങൾ എടുത്തു കാണിക്കാൻ സ്വാഭാവികമായും ബി.ജെ.പി. നേതൃത്വം തിടുക്കം കാട്ടുമായിരുന്നു. എന്നാൽ 2019 കണക്കിനെ അപേക്ഷിച്ച് 29 സീറ്റുകൾ നഷ്ടപ്പെടുകയും കടലാസിൽ ദുർബലമായി തോന്നുന്ന പ്രതിപക്ഷ ശക്തിക്കെതിരെ 7% വോട്ടുകൾ കുറയുകയും ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് ന്യായീകരിക്കാൻ ബി.ജെ.പിക്ക് വിശ്വസനീയമായ വിശദീകരണം ഇല്ലാതെ വന്നു. ബി.ജെ.പിയുടെ മോശം പ്രകടനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ 2019 മുതലുള്ള വോട്ട് ശതമാനം താരതമ്യം ചെയ്താൽ 2024 യു പിയുടെ നീളത്തിലും വീതിയിലും NDA ജനപ്രീതി ഇല്ലാതായി മാറി എന്നത് കാണാം. നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 80-ൽ 79 സീറ്റുകളും NDA വോട്ട് ശതമാനം കുറഞ്ഞിരുന്നു. ഗൗതം ബുദ്ധ നഗറിൽ പോലും വോട്ട് വിഹിതം വർദ്ധിച്ചത് 0.05% മാത്രമാണ്. കൂടാതെ അട്ടിമറി, ബി.ജെ.പി. പ്രവർത്തകരുടെ നിഷ്ക്രിയത്വം, RSSും ബി.ജെ.പിയും തമ്മിലുള്ള സഹകരണത്തിന്റെയും ഏകോപനത്തിന്റെയും അഭാവം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള സിദ്ധാന്തങ്ങൾ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ചും അവരുടെ നേതാക്കളായ അഖിലേഷ് യാദവ്, രാഹുൽ ഗാന്ധി എന്നിവരിൽ നിന്നും ഉപജീവന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത ക്രെഡിറ്റ് കവർന്നെടുക്കുകയായിരുന്നു. പാർട്ടിയുടെ ജനപ്രീതി നഷ്ടമായതിന്റെ ഉത്തരവാദിത്തത്തിൽ യോഗി മറുപടി നൽകേണ്ടി വന്നു.
ഇതായിരുന്നു ഉത്തർപ്രദേശിൽ യഥാർത്ഥത്തിൽ യോഗി നേരിടേണ്ടി വന്ന വെല്ലുവിളി.